ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ സമ്പത്ത് നേടിയെടുക്കാൻ ഇന്ന് ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്ന ഒരിടമാണ് ജിം അഥവാ ഫിറ്റ്നസ് സെൻ്ററുകൾ. എന്നാൽ ജിമ്മിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വലിയ മസിലുകളും കഠിനമായ വർക്കൗട്ടുകളും മാത്രമാണ് വരുന്നത്. ഇത് ശരിക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണോ? ജിമ്മിൽ പോയാൽ ആരോഗ്യം കൂടുമോ അതോ പിൽക്കാലത്ത് പണി കിട്ടുമോ? പ്രായമായവർക്കും സ്ത്രീകൾക്കും ജിം അനുയോജ്യമാണോ? അവിടെ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പൗഡറുകൾ ശരിക്കും വില്ലനാണോ? തുടങ്ങി ജിമ്മിനെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും ശാസ്ത്രീയമായ മറുപടികളുമായിട്ടാണ് ഈ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജിദ്ദയിലെ പവർ സ്പോട്ട് എന്ന ഫിറ്റ്നസ് സെൻ്ററിലാണ്. നമ്മുടെ കൂടെയുള്ളത് 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഹെഡ് കോച്ചാണ്, മിസ്റ്റർ കേരളയാണ്, നൗഫൽ. ഇദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. നൗഫൽ, എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത്? ഈ മേഖല എത്തിപ്പെട്ട് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ക്രൈസിൻ്റെ പുറത്താണ് ഫസ്റ്റ് നമ്മൾ ജിമ്മിൽ പോയത്. പിന്നെ ആ ക്രൈസ് ഒരു അഡിക്ഷനായി, അത് നമ്മളൊരു പ്രൊഫഷണലാക്കി കൊടുന്നു. ആ ഒരു ഇതിൽ വന്നു. ഫസ്റ്റ് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ കോളേജിൽ നിന്ന് എല്ലാവരും പാടിയും പോകണ ആ ലെവലിൽ പോയതായത്. അങ്ങനെ അധികം അഡിക്റ്റ് ആയി നിൽക്കും. ഏത് പ്രായത്തിലാണ് ജിമ്മിൽ പോകാൻ തുടങ്ങിയത്? ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽ പോയിട്ടുണ്ട്. 10th കഴിഞ്ഞ ശരിക്കും ആ പ്രായത്തിലൊക്കെ ജിമ്മ് 14 വയസ്സിൻ്റെ മേലേക്ക് ജിമ്മ് ഒരു കുഴപ്പമില്ല. നൗഫലെ, ഇന്നത്തെ കാലത്ത് ആരോഗ്യം സംരക്ഷിക്കാൻ ജിം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഉപകരിക്കും? ഇക്കാലത്ത് ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് തന്നെ ജിമ്മാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഈ കൊളസ്ട്രോള്, ഷുഗർ, അതുപോലെ BP, ഹൈ പ്രഷർ, ടെൻഷൻ കാര്യങ്ങളൊക്കെ പല ആളുകൾക്കും ഉണ്ട്. നമുക്ക് എനിക്ക് വരുന്ന കൂടുതൽ ക്ലയൻസും വരുന്നത് പറഞ്ഞാൽ ഒരു ബോഡി ബിൽഡിങ് ആശ്രയിച്ച് വരുന്ന ആൾക്കാരല്ല, പല ആളുകളും പല രോഗങ്ങൾ കൊണ്ട് വരുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ വ്യായാമം ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ കിട്ടുന്നത്. അവരെന്ന് പറഞ്ഞാൽ അവർ ജോലി, റൂം, ഫുഡ്, ആ ഒരു ലെവലിൽ, പ്രത്യേകിച്ച് പ്രവാസികൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ ജിമ്മ് അനിവാര്യമാണ്. ഇവർ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ കമ്മിയാക്കാൻ നമുക്ക് പറ്റും. കൂടുതൽ ക്ലയൻസും ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ബോഡി ബിൽഡിങ് പ്രതീക്ഷ വരുന്നൊരു 10% ആളുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 100 ആൾ ജിമ്മിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 10 പേര് മാത്രമാണ് ഈ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ബിൽഡർ ആവണമെന്നുള്ളതിൽ വരുന്നത്. ബാക്കിയൊക്കെ ആണെങ്കിൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാനും രോഗങ്ങളിൽ നിന്ന് മുക്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്തൊക്കെ വരുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് പേര് ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ? പ്രത്യേകിച്ച് പിന്നെ കുട്ടികളും അതുപോലെ തന്നെ ഒരു 50+ ആയിട്ടുള്ള ആളുകളുമൊക്കെ. ഈ ഒരു ജിമ്മിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് കൂടുതലുള്ളത്? ഇതിൽ ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ ഏജിലുള്ള ആൾക്കാരും നമ്മളെ ജിമ്മിൽ ഇപ്പോൾ വന്ന് ജോയിൻ ചെയ്യുന്നു. പിന്നെ കുട്ടികൾ മുതൽ ഒരു നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 14+ മാത്രമേ നമ്മൾ ജിമ്മിൽ എടുക്കാറുള്ളൂ. 14 to 50+ ഉള്ള ആളുകൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ടോ അതോ? ഇല്ല, നമ്മൾ ആഴ്ചയിൽ 6 ദിവസമാണല്ലോ. 6 ദിവസം. ജിമ്മിലെ വ്യായാമ മുറകൾ ചിലരുടെ ശാരീരിക അവസ്ഥയിൽ പറ്റില്ല എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണ് ആ അവസ്ഥകൾ? ഇതിൽ കൂടുതലായിട്ടും നമുക്ക് വരുന്ന ഇത് പറയുന്നത് കാലിൻ്റെ മുട്ടുവേദന, അതേമാതിരി ബാക്ക് പെയിന്, ഗർഭിണികൾ, ഇങ്ങനത്തെ ആളുകൾ. ഗർഭിണികൾ പിന്നെ അണ്ടർസ്റ്റുഡ് ആണ്. അല്ല പറയാ, ഇങ്ങനത്തെ ആളുകൾക്കൊന്നും എല്ലാ വർക്കൗട്ടും പറ്റൂല. ഇവർക്കായിട്ട് സ്പെഷ്യൽ നമ്മൾ വർക്കൗട്ട് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് വർക്കൗട്ട് ചെയ്യാം. പ്രഗ്നന്റ് ലേഡീസിനും. പ്രഗ്നന്റ് ലേഡീസ് പക്ഷേ അത് ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അല്ല, അവർക്ക് പുതിയ പുതിയ രീതികൾ ഉണ്ടാവുമല്ലോ, കാലത്തിനനുസരിച്ച് ഓരോ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിനായിട്ട് നമ്മൾ സ്പെഷ്യൽ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്ന വർക്കൗട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇത് മാത്രമേ അത്രേ ഉള്ളൂ. ഈ ജിമ്മിൽ പരിശീലനത്തിന് പ്രായപരിധി ഉണ്ടോ? ഓരോ പ്രായക്കാർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമൊക്കെ ഓരോ രീതികളുണ്ടാവുമല്ലോ വ്യത്യസ്തമായിട്ടുള്ള. അതെങ്ങനെയാണ്? ജിമ്മിൽ പ്രായപരിധി ഇല്ല, ഉണ്ട്. പക്ഷെ 14, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ 14+ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം ഏറ്റവും നല്ലത്. പക്ഷേ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇവർക്കായിട്ട് സ്പെഷ്യൽ വർക്കൗട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ലേഡീസിന് ഇന്ന വർക്കൗട്ട് അല്ലെങ്കിൽ ജെൻസിന് ഇന്ന വർക്കൗട്ട് അങ്ങനത്തെ ഒന്നുമില്ല. മെയിനായിട്ട് നമ്മൾ വർക്കൗട്ട്
ത്രെഡ്മില്ലൊക്കെ ഒരേ ലെവലിലാണ്. ട്രെഡ്മില്ല് അതേമാതിരി മെഷീൻസ് കാര്യങ്ങളൊക്കെ വർക്കൗട്ടിലൊക്കെ സെയിം തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് മസിൽസ് ഒക്കെ വരാൻ വേണ്ടി വേറെ ടൈപ്പ് ട്രെയിനിങ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പൊതുവെ ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ലേഡീസിന്റെ ഇത് പറഞ്ഞാല് ഈ ലേഡീസ് ജിമ്മിന് പോയാല് ജെൻസിന്റെ മാതിരി നല്ല മസില് കാര്യങ്ങള് അങ്ങനെയൊക്കെ വരുന്ന കുറെ ആൾക്കാർ. ശരിക്കും അങ്ങനെ തന്നെ അല്ലേ? ഇല്ല, അങ്ങനത്തെ ഒരു ഇതില്ല. അത് രണ്ടും നമ്മളെ രണ്ട് ഹോർമോണുകളും മാറ്റണം. അപ്പൊ അതിനനുസരിച്ചാണ് അത് ഉള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ട് കുറെ ലേഡീസ് പല ജിമ്മുകൾക്കും വരുന്നുണ്ട്. ജിമ്മുകളിൽ ഇപ്പൊ കൂടുതൽ നാട്ടിലൊക്കെ ചിലപ്പോ നമ്മളെ ജെൻസിലേറെ കൂടുതൽ ഇപ്പോ ലേഡീസ് ആണ്. പണ്ട് പറഞ്ഞാല് ലേഡീസ് കണ്ടിട്ടുണ്ടാവും, റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഇത് കാണില്ല. ആ ടൈമിൽ ഇപ്പൊ ഒരു ജിമ്മിലാണ്. അതെ, സത്യം പറഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ പോകുമ്പോഴും ജിമ്മിൽ പോകാത്ത ലേഡീസ് വളരെ കുറവായിരിക്കും. ഇവിടെ അടക്കം നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഒരുപാട് ലേഡീസ് ഇപ്പോൾ പോകുന്നുണ്ട്. ഇവിടെ തന്നെ പോകുന്നുണ്ട്. എനിക്കറിയാം, ജിമ്മിൽ പല ആൾക്കാരും പോകുന്നുണ്ട്. ജിമ്മിലെ വ്യായാമ മുറകൾ ചിലരുടെ ശാരീരിക അവസ്ഥയിൽ പറ്റില്ല എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണ് ആ അവസ്ഥകൾ? ആ അവസ്ഥ എന്ന് പറയുന്നത് കാൽമുട്ട് വേദന, അതേമാതിരി ബാക്ക് പെയിന്, പല സർജറികളും ചെയ്ത് പല ആളുകളും ജിമ്മൊക്കെ വരുന്നുണ്ട്. അവർക്കൊന്നും ഹെവി ലിഫ്റ്റിങ് അതുപോലെ വാക്കില്ലവർ കളിക്കുന്ന മാതിരിയുള്ള വർക്കൗട്ട് കാര്യങ്ങളൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ അവർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളായിട്ട് അവർക്ക് സ്പെഷ്യൽ വർക്കൗട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. പിന്നെ ഇവരോട് നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാം. നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇവരൊക്കെ ഇങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് യൂട്യൂബിനെ ആശ്രയിക്കുന്നു. അതെ, യൂട്യൂബിനെ മെയിനായിട്ട് ഇവരൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കറക്റ്റ് നല്ല ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത്. പല ആൾക്കാരും നോക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. പല വർക്കൗട്ടും ശരിയായ രീതിയിൽ ചെയ്യാതെ ജോയിന്റ് പെയിന് വീണ്ടും പെയിന് ഒന്നുകൂടെ കൂടുന്നൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇവരൊക്കെ കറക്റ്റ് പ്രോപ്പർ ട്രെയിനറെ ഒരു കീഴിൽ വർക്കൗട്ട് ചെയ്യണം. ഇതിനിടയ്ക്ക് ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് പേര് ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഓൺലൈനിൽ. അപ്പം അത് ഇതുപോലെ തന്നെയാണോ? ഓൺലൈനിൽ എന്ന് പറയുന്നത് ഇവർക്ക് വർക്കൗട്ട് ഷെഡ്യൂൾ വിട്ടുകൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ അല്ല, ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് അവർ ഓൺലൈനിൽ നിന്നിട്ട് അത് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അടുത്ത് നിന്ന് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പെർഫെക്ഷൻ അവർക്ക് കിട്ടൂല. അപ്പോൾ അവരൊരു വീഡിയോ ഫേസ് ടു ഫേസ് വീഡിയോയിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിൽ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ഇതൊക്കെ വെറുതെ ഓൺലൈനൊക്കെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സുംബ ഇതുപോലെയൊക്കെ ഓൺലൈൻ ഇപ്പം കൂടി വരാണ്. ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടൊരു ബിസിനസ് ആ ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പം നാട്ടിലായാലും ഇപ്പം UAE എല്ലാ സ്ഥലത്തും ഇപ്പം അങ്ങനെ പൈസ ഉണ്ടാക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ ഇതിൽ ചേർന്ന പല ആൾക്കാർക്കും പല ഇഞ്ചുറിയും വന്നിട്ട് നമ്മളെ അറിവിൽ കുറേയുണ്ട്. കാരണം ഇവർ ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഫേസ് ടു ഫേസുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ടാവും. പക്ഷെ അത് അവർ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ട്രെയിനറെ അവോയ്ഡ് ഇപ്പോൾ നമ്മളൊരു ജിമ്മിൽ നിൽക്കാതെ നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് അവർ ഒരുമിച്ച് കളിക്കും. പക്ഷെ ആ കളിക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും തെറ്റാണെന്ന് പറയുമ്പോൾ പോലും ഇവരെ മൈൻഡിൽ ഇതാണ് ശരി എന്നുള്ളത്. അപ്പം അങ്ങനെ പല ഇഞ്ചുറി അവർക്കുണ്ടാവും. അതുപോലെ ജിമ്മിൽ വരുന്നവർക്ക് ഇപ്പം ഒരു ഇൻസ്ട്രക്ടർ വേണമെന്നുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻസ്ട്രക്ടർ നിർബന്ധമായിട്ടും പല ആളുകളെ ബോഡി ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നത്. ഒന്ന് യൂട്യൂബിൽ വലിയ ബിൽഡേഴ്സ് അതിൻ്റെ വർക്കൗട്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. കറക്റ്റ് ട്രെയിനേഴ്സ് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വെറുതെ വന്ന് പോണ മാതിരി. അങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. മെയിനായിട്ട് തെറ്റിദ്ധാരണയാണത്, അല്ലാതെ വേറൊരു ഇതായിരുന്നു. ജിം പരിശീലനത്തിലൂടെ കുറച്ച് കാലം ശരീരമൊക്കെ മസിലൊക്കെ വന്നു കഴിഞ്ഞ് പുഷ്ടിപ്പെട്ട് വരുന്ന ഒരാൾ പിന്നീട് നിർത്തിക്കഴിഞ്ഞാൽ അതിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വാസ്തവം? അത് തെറ്റിദ്ധാരണയാണ്. ജിമ്മിൽ വരുന്നൊരു വ്യക്തി ജിമ്മ് നിർത്തിപ്പോയി വിചാരിച്ചിട്ട് അവർക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളോ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇല്ല, മസിൽസ് ഒന്ന് ഡൗൺ ആവും. അത് തീരെ ഇല്ലാണ്ടാവോ? അതോ ഇല്ല, പറ്റില്ലാണ്ടാവുന്നില്ല. എന്നാലും ആ ഒരു കളിക്കുന്ന എല്ലാ കാലത്തും ജിമ്മിൽ വരാൻ ഉള്ള ഒരു സാമ്പത്തികം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. ജിം എന്ന് പറയുന്നത് മെയിനായിട്ടൊരു അഡിക്ഷനാണ്. അല്ലാതെ പല ആൾക്കാരും വരുന്നത് എൻ്റെ മാരേജ് ആണ് എനിക്ക് സെറ്റ് ആവണം, അല്ലെങ്കിൽ നാട്ടിൽ പോവാണ് സെറ്റ് ആവണം, ആ ഒരു കൺസെപ്റ്റ് അല്ല ജിം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് പല ആൾക്കാർ അങ്ങനെയാണ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അറിയുന്നുണ്ട്, നമുക്ക് അറിയാലോ, 3 എക്സ്പീരിയൻസിൽ പല ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. ചില ആളുകൾ ഇപ്പം 3 മാസം
പിന്നെ ഇതുപോലെ ജിമ്മിൽ പോയി ബോഡി ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോവാം എന്ന് വിചാരിച്ചാൽ അതും ഓക്കെ, അതെങ്ങനെയാണ്, അത് എത്രത്തോളം അത് വെയിറ്റ് ലോസ് ആണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കും. 3 മാസം കൊണ്ട് നമുക്ക് വെയിറ്റ് കമ്മിയാക്കിയിട്ട് പിന്നെ അത് അവർ ഫുഡ് ബാലൻസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഇതാണ്. അല്ലാതെ ബോഡി ബിൽഡിംഗ് പ്രതീക്ഷ വന്ന് നല്ലൊരു ബോഡിയൊക്കെ ആയി അവർ സഡൻലി ഞാനിത് റൂമിൽ പുഷപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ റൂമിൽ വർക്കൗട്ട് ചെയ്ത് ആ ഒരു മെയിൻ്റെനൻസ് അതെന്തായാലും നടക്കില്ല. ഇല്ല, ഇതുകൊണ്ട് വേറെ ദോഷങ്ങളോ കാര്യമൊന്നുമില്ല. അവർ പ്രോപ്പറായിട്ട് പിന്നെ റൂമിലാണെന്ന് ചെറിയ ചെറിയ വ്യായാമങ്ങൾ കാര്യങ്ങൾ അവർ ജസ്റ്റ് നടക്കാൻ പോകുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അവർക്ക് ഹെൽത്തായിട്ട് ഇതാവുക ചെയ്യും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണ.